നിറവേറ്റാൻ കഴിയില്ലെന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ അവക്കിനി പ്രതീക്ഷ കൊടുക്കരുത്. പാവമാവള്. ഇനി എന്താ വേണ്ടതെന്ന് ഹരി കൂടെ വന്നിട്ട് തീരുമാനിക്കാം. നേതാവില്ലേ വർഗീസേ? ഉണ്ട് സാറി എന്നിട്ട് ചുമ്മാതല്ല, എപ്പ നോക്കിയാലും കുന്തം തോളയിലിരിക്കും. പിന്നെ എങ്ങനെ വിളിച്ചാ കിട്ടുന്നത്? ഇപ്പോഴേ ഇവിടെ ആകെ ബഹളമാണ്. ഞാൻ പിന്നെ വിളിക്കാം. ആഹാ, എന്തുണ്ട് നാരായണ? നേതാവ് തിരക്കിലാണെന്നറിയാം. എന്നാലും ഒരു ചെറിയ കാര്യമുണ്ട്. കാണാതായ രാജപ്പന്റെയും പിന്നെ ക്ലോസ് ചെയ്ത സഹദേവൻ കേസിന്റെയും ഡീറ്റെയിൽസ് അന്വേഷിച്ച് ഇന്നലെ വൈകിട്ട് ഒരു പത്രക്കാരി പെണ്ണ് സ്റ്റേഷനിൽ വന്നിരുന്നു. അവള് വരുമ്പോ ഞാൻ സ്ഥലത്തില്ല. ASI പുതിയ ആളാ. അവൾ ഏതാണ്ട് ഇംഗ്ലീഷ് പത്രത്തിന്റെ പേര് പറഞ്ഞപ്പോ ആ കൊച്ചിനെ കയറിയും കൊണ്ടു. കടലാസൊക്കെ എടുത്തിട്ട് കൊടുത്തു. ചോദിച്ചതിനൊക്കെ ഉത്തരവും പറഞ്ഞു. ഒരുപാട് കൃത്രിമം കാണിച്ച കേസാ. എനിക്ക് നിക്ക കളിയില്ലാതായി. ഇപ്പൊ ഭരണം കൂടി മാറിയ സ്ഥിതിക്ക് ഒപ്പി തെറിക്കാനൊന്നും പോണില്ല. നാരായണൻ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ അന്വേഷിച്ചോളാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, റെയ്ഡ് നടന്നപ്പോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ച് ക്യാമറയും തൂക്കിയിട്ട് ഒരുത്തി നടപ്പുണ്ടായിരുന്നെന്ന്. ഇതും അവള് തന്നെ ആയിരിക്കും. ആ മീര വളരെ ഡാമേജിംഗ് ആയിട്ട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. പരമേശ്വര, നമുക്കൊരു മാനനഷ്ട കേസ് ഫയൽ ചെയ്താലോ? ഏയ്, അതിന്റെ ഒന്നും കാര്യമില്ല. സെക്രട്ടറിക്ക് അറിയാമല്ലോ, ഒരു വാരയ്ക്കും ഒരാഴ്ചക്കപ്പുറം ആയുസില്ല. എന്നാ പിന്നെ അങ്ങ് മറന്നു കളയാം അല്ലേ? ഇത് അങ്ങനെ അങ്ങ് ഇഗ്നോർ ചെയ്താൽ പറ്റില്ല. പാർട്ടിയുമായി ബന്ധമുള്ള ഒരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ അച്ചടിച്ച് വരികയെന്ന് വെച്ചാൽ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന പാർട്ടിക്ക് അതൊരു മാനക്കേടാ. എന്റെ കേസ് എന്ത് പ്രത്യയശാസ്ത്രം? മഹത്തായ റഷ്യയിലും പോളണ്ടിലും റുമേനിയയിലും ഒക്കെ അഴുകി ദ്രവിച്ച് ഓടകളിൽ ഒഴിഞ്ഞു നടക്കുന്ന സാധനമോ? അത് കൈകൊണ്ട് തൊടാൻ ഇപ്പോഴവിടുത്തെ തോട്ടികൾക്ക് പോലും അറപ്പാ. പക്ഷെ പൊട്ടികളിച്ച് ഇവിടെ എത്തുമ്പോ നമുക്കത് അമൃതം, പുണ്യതീർത്ഥം. എനിക്കിത് എന്ന് കിട്ടി ഈ പിന്തിരിപ്പൻ കാഴ്ചപ്പാട്? ഇതാണ് നമ്മുടെ തകരാറ്. ഉള്ള സത്യം പറഞ്ഞാൽ ഉടനെ പിന്തിരിപ്പനാക്കും, പാർട്ടി വിരുദ്ധനാക്കും. കേസേ ഈ ക്രോസും നിസ്താരവും ഒക്കെ ഉണ്ടല്ലോ, അത് വെറും പ്രഹസനമാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇതിന്റെ പേരിൽ പരമേശ്വരൻ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പാകത്തിൽ വലിയ അക്ഷരത്തിൽ ഞാൻ എഴുതി തന്നിട്ടുള്ള മറുപടിക്കകത്തുണ്ട്. അച്ചടക്ക കമ്മിറ്റിക്ക് ആ മറുപടി ബോധിച്ചിട്ടില്ലാത്തതുകൊണ്ടാണല്ലോ ഈ സിറ്റിംഗ്. കഷ്ടിച്ച് BA പാസ്സായ മകന് അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ 6000 രൂപ ശമ്പളമുള്ള ജോലി, പിന്നെ സ്വകാര്യമായിട്ട് ബ്ലേഡ് കമ്പനി, വീട്ടിൽ AC, 5 ലക്ഷം രൂപയും 151 പവനും ഒരു മാരുതി കാറും കൊടുത്ത് മകൾക്കൊരു അബ്കാരി മുതലാളി ഭർത്താവ്, ഇളയ കുട്ടിക്ക് ഊട്ടിൽ അവിടെയിൽ സമീകൃത വിദ്യാഭ്യാസം. കേസേ ഒരു പത്രമൊന്നും മെനക്കെട്ടാലുണ്ടല്ലോ, നിങ്ങൾക്കെതിരെ എഴുതാൻ ഒരുപാട് പേജുണ്ടാവും. അപ്പോഴും ഉണ്ടാവണം ഈ അച്ചടക്ക കമ്മിറ്റിയും ക്രോസിംഗും ഒക്കെ. കേസേ എന്നെ ഒതുക്കാൻ നിങ്ങൾ ശ്രമം തുടങ്ങിയിട്ട് കാലം കുറയായി. എനിക്കറിയാം നിങ്ങളുടെ മനഃശാസ്ത്രം. സഖാവെന്ന് ഒപ്പം നിന്ന് വിളിക്കുന്നതിനേക്കാൾ ഓച്ചാനിച്ചെന്ന് സാറെന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. രഹസ്യമായിട്ടാണെങ്കിൽ തമ്പുരാനെന്നും. പക്ഷെ അതിന് പരമേശ്വരനെ കിട്ടുകയില്ല. തെമ്മാടിത്തരം കാണിക്കുമെങ്കിലും നിങ്ങളൊരാഖ്യന. നിങ്ങൾക്ക് താഴാൻ പറ്റുന്നതിന് പരിധിയുണ്ട്. പക്ഷെ പരമേശ്വരന് താഴാനും ഉയരാനും പരിധിയില്ല. തയ്യാറാണെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം. ധൈര്യമുണ്ടെങ്കിൽ എന്റെ പേരിൽ നടപടിയെടുക്കുക. ഇല്ല, പരമേശ്വരനെതിരെ നടപടിയെടുക്കാൻ എനിക്ക് ചങ്കൂറ്റമില്ല. കാരണം നിങ്ങളൊരു ബുദ്ധിമാനാണ്. നമുക്ക് തൽക്കാലം പിരിയാം. ഇനിയിപ്പോ കൂടുതലൊന്നും ഇല്ലല്ലോ, നമുക്ക് പിരിയാം. മുഖവര വേണ്ടല്ലോ അല്ലേ? എന്നെ കുറിച്ച് എഴുതിയ ആർട്ടിക്കിൾ മനോഹരമായി. Arrogant, brutal, cold-blooded, upcoming dawn. ഇക്കാരിയും രക്തദാഹിയുമായ പ്രമാണി, നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിലെ അദൃശ്യ ശക്തി. ഈ കിരീടങ്ങളെല്ലാം എനിക്ക് നന്നായി ചേരും അല്ലേ? ഫ്രാങ്ക്, ഐ ലൈക്ക് ഇറ്റ്. മീരയുടെ മലയാളം എങ്ങനെയാ? അല്ല, മീരയെ കൊണ്ട് തന്നെ
എന്റെ വീരകഥകളൊന്ന് പരിഭാഷപ്പെടുത്തി വാങ്ങാമെന്ന് വിചാരിച്ചു. ഏതെങ്കിലും മലയാള വാരികയിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ലഘുലേഖയെ അച്ചടിച്ച് താഴെക്കിടയിലുള്ള സഖാക്കൾക്ക് വിതരണം ചെയ്യാം. What do you want? ആംഗലേയവും ദേവനാഗരിയും ഒന്നും പിടിയില്ലാത്ത നമ്മുടെ നവസാക്ഷരരില്ലേ, ടി.പിയുടെ ജീവചരിത്രം അവരോട് വായിച്ച് പഠിക്കട്ടെ. ദൈവങ്ങളെ പോലെയാവണം നേതാക്കൾ. ഒരു കൈ കൊണ്ട് അനുഗ്രഹിക്കുമ്പോഴും മറുകൈ കൊണ്ട് പ്രളയവും ഭൂകമ്പവും വരുത്തുന്ന ദൈവങ്ങളെ നമ്മൾ ഭയക്കുന്നില്ലേ? അതുപോലെ മനസ്സിന്റെ ഒരു പകുതി കൊണ്ട് ആരാധിക്കുമ്പോഴും മറ്റേ പകുതി കൊണ്ട് അണികൾ നേതാക്കന്മാരെ ഭയപ്പെടണം. ഇപ്പോ മീരയുടെ മുഖത്ത് കാണുന്ന ഭയപ്പാടില്ലേ, ഒരുതരം ഫിയർ കോംപ്ലക്സ്. വേണ്ട, ഭാവം മാറ്റണ്ട. എന്നോട് ഇടപെടുന്നവരുടെ മുഖത്ത് ഈ ഭാവം ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഒരു ഷേക്ക് ഹാൻഡിന് വേണ്ടി എന്റെ ഈ കൈയിൽ കൈവച്ച് വരുമ്പോ പാമ്പിനെ തൊടുന്ന പോലുള്ള അറപ്പും ഭീതിയും എന്റെ പാർട്ടിയുടെ തന്നെ നേതാക്കന്മാരുടെ മുഖത്ത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. മീരയ്ക്കറിയാമോ ദൈവം കണ്ടുപിടിച്ച ഏറ്റവും വലിയ ലഹരി മരുന്ന് ഏതാണെന്ന്? അറിയില്ല. പവർ, അധികാരം. അധികാരമാണ് ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും വീര്യമേറിയ ലഹരി മരുന്ന്. ഫെറോഷ്യസ്, അക്രമകാരി. ലേഖനത്തിൽ മീര എനിക്ക് തന്ന മറ്റൊരു വിശേഷണം. ഫെറോഷ്യസ് എന്ന പദം ഞാൻ ആദ്യം വായിക്കുന്നത് ഡോബർമാൻ ഇനത്തിൽപ്പെട്ട നായ്ക്കളെ കുറിച്ചുള്ള ലേഖനത്തിലാണ്. മീരയുടെ ലേഖനം വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അറിയാതെ കണ്ണാടിയിൽ നോക്കിപ്പോയി. എന്റെ കഴുത്തിന് മുകളിൽ ദംഷ്ട്രകളുള്ള ഒരു വേട്ടപ്പട്ടിയുടെ മുഖമുണ്ടോ എന്നറിയാൻ. പ്രസംഗിച്ചു അല്ലേ? സോറി, ഒന്നു മാത്രം പറയാനാ വന്നത്. കോവളത്തെ കടൽത്തീരെ തടിഞ്ഞ 3 അജ്ഞാത ശവങ്ങൾക്ക് പിന്നിൽ ഞാനുണ്ടെന്ന് എഴുതിയല്ലോ. 4ാമതൊരെണ്ണം കൂടിയായാലും ഒന്നും സംഭവിക്കാനില്ല. ആരാ ചോദിക്കുന്നത്? കവന് അല്ല സാർ, വാസവല്ല. അത് തന്നെ ചോദിച്ചത്. ആ ഫോണൊന്നും എടുത്തോളെ തനിക്ക്. എടുക്കാം സാർ. ഹലോ സാർ, വിളിക്കാം സാർ. പപ്പനെ വേണമെന്ന് GP സാറാ. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ അങ്ങനെയുള്ള പപ്പനെ വിളിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് വരണോ? കണ്ണൂരിൽ ടിയർ ഗ്യാസ്, എറണാകുളത്തിൽ ലാത്തിചാർജ്, കൊല്ലത്ത് കല്ലേറിൽ പോലീസുകാർക്കും വിദ്യാർത്ഥികൾക്കും പരിക്ക്, തലസ്ഥാനത്ത് സർവം ശാന്തം. അതായത് ഇവിടെ മാത്രം സമരം വെറും ഷൂ. നാണമില്ലല്ലോ പപ്പ നിനക്കൊക്കെ. GPക്ക് അറിയാമല്ലോ പ്രൊഫഷണൽ സ്റ്റുഡൻസിന്റെ നേച്ചർ. മാന്യത വിട്ട് കളിക്കാൻ അവരെ കിട്ടില്ല. ഉന്തം. ഈ മാന്യതയുടെ പുറന്തോടുണ്ടല്ലോ, മർമ്മം നോക്കി കുത്തിയാൽ അത് ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടും. എടാ പാപ്പ, ഈ കോളേജ് ക്യാമ്പസ് എന്ന സുരക്ഷിതമായ ഗർഭപാത്രത്തിനകത്ത് കിടന്ന് ചവിട്ടി പൊളിക്കാനും പ്രിൻസിപ്പലിന് ബേക്കിട്ട് കയറാനും ഒന്നും അത്ര മിടുക്ക് വേണ്ട. സമരം തെരുവിലേക്ക് കൊണ്ടുവരണം. ഏത് സമരമായാലും അത് ആളിക്കത്താൻ പറ്റിയ അടുപ്പ് തെരുവാ. യാതൊരു പ്രകോപനവും ഇല്ലാതെ പെട്ടെന്ന് വയലൻസിലേക്ക് പോകാന്ന് വെച്ചാൽ എന്ത് പ്രകോപനം? ഒരു സമരം അക്രമാസക്തമാകാൻ എന്താ വേണ്ടത്? ആറ്റം പൊട്ടിക്കണോ? ഒന്നും വേണ്ട. എടോ, വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ എന്ത് തോന്നിയാസം കാണിച്ചാലും അതിനാരും വധശിക്ഷയൊന്നും വിധിക്കില്ല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നാളെ ഈ തലസ്ഥാന നഗരം വിറയ്ക്കണം.
സമയം കളയാനില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സർ, വിദ്യാർത്ഥികളുമായി ചർച്ചയില്ലെന്ന ഗവൺമെന്റ് നിലപാട് ആ നിലപാടിൽ മാറ്റമില്ല. ഗവൺമെന്റിനോട് ചോദിച്ചിട്ടല്ലോ സമരം തുടങ്ങിയത്. പിന്നെന്തിനാണ് ചർച്ച? ഈ ഗവൺമെന്റ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണോ? അല്ല, ഉത്തരവാദിത്വമില്ലാതെ എഴുതിക്കൂട്ടി ഈ സമരം പെരുപ്പിച്ചത് പത്രക്കാരാണ്. എഡിറ്റോറിയലായി, വാർത്തയായി, റിട്ടയർ ചെയ്ത് പണിയില്ലാതിരിക്കുന്ന മെഡിക്കൽ കോളേജ് വാദ്യന്മാരുടെ പ്രതികരണങ്ങളായി. സ്വകാര്യ കോളേജുകളെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തീരുമാനിച്ചുവെന്ന് നിങ്ങൾ പത്രക്കാർ എഴുതിപ്പിടിപ്പിച്ചു. പ്രശ്നം ഇതുവരെ ഏകോപന സമിതി ചർച്ചയ്ക്കെടുത്തിട്ടില്ല, ക്യാബിനറ്റ് പരിഗണിച്ചിട്ടുമില്ല. അപ്പോ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല എന്ന് എഴുതട്ടെ? ഓഹോ, 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇങ്ങനെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ സമരം ഒഴിവാക്കാമായിരുന്നില്ലേ സാർ? 2 ആഴ്ച മുമ്പ് ഇങ്ങനൊരു ക്രമസമാധാന പ്രശ്നം സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നില്ല. ഒരു കാര്യം വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിദ്യാർത്ഥികളുടെ സമരം ഇനി മുതൽ കോളേജുകളുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ മാത്രം മതി. പുറത്തിറങ്ങി പൊതുജനങ്ങളുടെ സൗരജീവിതം തകരാറിലാക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഗവൺമെന്റിന് കഴിയില്ല. എന്ത് ബലം പ്രയോഗിക്കേണ്ടി വന്നാലും പോലീസ് ശക്തമായി അതിനെ ചെറുക്കും. സ്വകാര്യ പ്രൊഫഷണൽ കോളേജുകൾ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി ഈ സമരം തുടരുന്നതിന് അർത്ഥമില്ല. അർത്ഥമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു വയോഴിപ്പൻ പ്രഖ്യാപനം വന്നെന്ന് വെച്ച് ഇഷ്യൂ തീരുന്നില്ല. സ്വകാര്യ കോളേജ് തുടങ്ങില്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. തുടങ്ങുമെന്നും ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ ഫൈനൽ ഇയേഴ്സിന്റെ പരീക്ഷ 3 തവണ മാറ്റിവെച്ചു. പോലീസിന്റെ തല്ലുകൊണ്ട് പപ്പനടക്കം 100 കണക്കിന് വിദ്യാർത്ഥികൾ ആശുപത്രിയിലായി. തല്ലാ റെഡിയായി നിൽക്കുന്ന പോലീസിന്റെ മുന്നിലോട്ട് പിള്ളേരെ എറിഞ്ഞു കൊടുക്കാൻ ഇനി വയ്യ. ഇതേവരെ പറഞ്ഞു വെക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. ഉണ്ണി, സമരം തുടങ്ങാൻ തീരുമാനിച്ചത് പാർട്ടിയാണ്. സമരം പിൻവലിക്കണമെങ്കിലും അത് പാർട്ടി തന്നെ തീരുമാനിക്കണം. നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാനില്ല. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സാധനമാണ് രാഷ്ട്രീയം എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങളുടെ തെറ്റെന്താണെന്ന് മുഖത്ത് നോക്കി പറയാൻ ആരും ഉണ്ടായിട്ടില്ല എന്നതാണ് നിങ്ങളുടെ തകരാറും. നീ പറഞ്ഞതൊക്കെ ചിരിച്ചോണ്ടാണ് ആ സമയത്ത് കേട്ടിരുന്നെങ്കിലും അദ്ദേഹം വല്ലാതെ ഹർട്ടായിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ഇമോഷണലായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയാളുടെ ഭാഗത്തും തെറ്റുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സമ്മതിച്ചു. തെറ്റും ശരിയും നോക്കിയിട്ടാണോ ഇപ്പൊ നമ്മളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? കുറഞ്ഞ പക്ഷം നിന്റെ കാര്യത്തിലെങ്കിലും മറ്റാരോടും കാണിച്ചിട്ടില്ലാത്ത ദയ GP അന്ന് നിന്നോട് കാണിച്ചത്. എന്തായാലും ഒരു സമരം തുടർന്നാൽ അത് ശരിയാവില്ലോ അപ്പ. സോറി, പത്രക്കാരുടെ ഒരു ദുസ്വഭാവം. 2 പേര് ഗൗരവമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന കേട്ടാ എഴുതാൻ എന്തെങ്കിലും വീണ് കിട്ടുമോന്നാ ജേർണലിസത്തിന്റെ ഒരു ബേസിക് തിയറി. എന്തു പറ്റി? സമരം തുടരുന്ന കാര്യത്തില് കുട്ടി നേതാവിനെ വലിയ നേതാവുമായി തർക്കമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഒന്നുമില്ല. ഞങ്ങൾ നാളെ എങ്ങനെ സമരം കൊഴിപ്പിക്കാമെന്ന് ചർച്ച ചെയ്യായിരുന്നു. അതിന് നാളെ തനിക്ക് ഫീൽഡിൽ ഇറങ്ങാൻ കഴിയോ? അവനെ ഇറക്കാതിരിക്കാനാ എന്റെ ശ്രമം. അതിരിക്കട്ടെ, മറ്റു സഖാക്കളൊക്കെ എവിടെ? അവരപ്പുറത്തുണ്ട്. ആ, ഞാൻ ഇറങ്ങട്ടെ. പോലീസുകാരെ എറിഞ്ഞ കൂട്ടത്തില് നിങ്ങളെ പത്രക്കാരെ എറിഞ്ഞ് വീഴ്ചിട്ടുണ്ടല്ലോ, അവരെ ഒന്ന് കാണണം. പോട്ടെ. ഓ ശരി. ഉണ്ണി, നിനക്ക് വേണേ GP എത്തിക്കരിക്കാം. പക്ഷെ എനിക്കതിന് കഴിയില്ല. അതൊക്കെ കടപ്പാടായി പോയി. നാളെ നീ ഇല്ലെങ്കിൽ സമരം നടത്താൻ ഈ അവസരം ഞാൻ ഇറങ്ങേണ്ടി വരും. നീ GP പോയി കാണണം, സമ്മതിക്കണം. എനിക്ക് വേണ്ടിയെങ്കിലും പ്ലീസ്. വരണം. നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്പം സംസാരിക്കാനുണ്ട്. വാ വാ, കേറ്. യാതൊരു കാരണവശാലും നിങ്ങൾ ഈ സമരം പിൻവലിക്കരുത്. പിൻവലിച്ചാൽ തീർന്നു. പ്രതിപക്ഷത്തിൽ നിന്ന് നിങ്ങൾ സംഘടിപ്പിച്ച ആദ്യത്തെ മാസ് മൂവ്മെന്റ് തകർന്നു വരും. നിങ്ങൾ തോറ്റു വരും. തോൽക്കാൻ നിവർത്തിയില്ലെന്നാ തോന്നുന്നത്. എന്റെ PR നിങ്ങൾക്കറിയാലോ, സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റ് തന്നെ മുഖ്യനെതിരെ ഗ്രൂപ്പ് കളിച്ചോണ്ടിരിക്കുക. അങ്ങനെ താഴെ ഇറക്കാൻ ആരോട് വേണേ കൂട്ടുകൂടാൻ അവർ തയ്യാറാ. എന്റെ 3 MLA-മാരെ പിൻവലിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾക്ക് ഭരിക്കാനുള്ള തന്റെ ഉണ്ടെങ്കിൽ താങ്ങാൻ ഞാൻ തയ്യാറാ. ആ, ഒരിക്കൽ താങ്ങിയിട്ട് 4 കാലും വാരി താഴെ തടിച്ചിട്ടാ താൻ അപ്പുറത്തോട്ട് പോയത്.
വാരി. അന്നത്തെ സാഹചര്യം അതായിരുന്നു. അന്ന് നിങ്ങളെ വാരിയതുപോലെ തിരിച്ചിവരെ വരാൻ ഞാൻ തയ്യാറാ. അവസാനം താൻ മറ്റേ പണി കാണിക്കില്ല എന്ന് ഉറപ്പ് തന്നാൽ ഞാനൊന്ന് നീങ്ങി നോക്കാം. നീങ്ങിക്കോ പിയാറേ. പക്ഷേ പിന്തുണ പിൻവലിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പ്രസ്താവന ഇറക്കാൻ തക്കതായ ഒരു കാരണം വേണം. അതിന് ഇവിടുത്തെ ക്രമസമാധാനം തകർന്നു കിട്ടണം. തകർന്നാൽ അടുത്ത ആഴ്ച അസംബ്ലി കൂടുന്നതിന് മുമ്പ് പിയാർ മുഖ്യമന്ത്രിയാ. അതൊന്നും നടക്കുകയല്ലടൂ. ഒരു സർക്കാരിനെ വലിച്ച് താഴെ ഇടാൻ ഈ സമരം ഒന്നും പോരാ. മതി, അതിന് നമ്മുടെ ഈ സമരം ധാരാളം മതി. താൻ നടക്കുന്ന കാര്യം വല്ലതും പറയൂ. നടക്കും. നോക്കിയോ, നാളെ വിദ്യാർത്ഥികൾ വീണ്ടും തെരുവിലിറങ്ങും. പോലീസിന്റെ ഭാഗത്തുനിന്ന് ബലപ്രയോഗം ഉണ്ടായാൽ ആത്മാഹുതി നടത്താനാ വിദ്യാർത്ഥികളുടെ പുതിയ തീരുമാനം. ആ, അത് ബുദ്ധിയാ. ആ, പരമേശ്വര, അങ്ങനെ ഈ സമരത്തിൽ ഒരു രക്തസാക്ഷി ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. നോക്കിയോ വിയാറേ, നാളെ ഈ സംസ്ഥാനം നിന്ന് തട്ടും.